നമസ്കാരം. റാഫ്റ്റർ ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. ഒടുവിൽ മെസ്സിയുടെ കുടുംബം ഔദ്യോഗികമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിരിക്കുകയാണ്. ലയണൽ മെസ്സി കഴിഞ്ഞ കളിയിൽ ഗോളടിച്ചിട്ട് കരഞ്ഞല്ലോ. കരഞ്ഞപ്പം അദ്ദേഹം പറഞ്ഞു തീർത്തും പേഴ്സണലായിട്ടുള്ളൊരു കാര്യത്തിൻ്റെ പേരിൽ കരഞ്ഞതാണ്, ഫുട്ബോളുമായിട്ട് ബന്ധമില്ല എന്ന്. നമ്മളത് അവിടെ വിട്ടു. പക്ഷെ പിന്നാലെ പല മാധ്യമങ്ങളും അത് ചിക്കി ചികഞ്ഞ് അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ അസുഖമാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ കരയുന്നതെന്നും അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ അസുഖസ്ഥിതിയെക്കുറിച്ച് പല ഊഹാപോഹങ്ങളും പടച്ചു വിട്ടു. ഇന്നലെ നമ്മളൊരു വീഡിയോയിൽ അതിനെക്കുറിച്ച് പറഞ്ഞു. അതായത് മെസ്സി എന്തിന് കരഞ്ഞു എന്ന് നമുക്കറിയാം, അത്തരത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ട്. പക്ഷേ മെസ്സി അത് പുറത്തു പറയാൻ തയ്യാറാവാത്തൊരു കാര്യമല്ലേ, അപ്പം അതുകൊണ്ട് നമ്മളതിനെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ പിതാവിൻ്റെ അസുഖത്തെക്കുറിച്ച് ഒന്നും പറയാതെ നമ്മളങ്ങ് പോവുകയാണ് ചെയ്തത്. പക്ഷെ മറ്റു പലരും ഇതുമായി ബന്ധപ്പെട്ട് പല രൂപത്തിലുള്ള കഥകൾ മെനഞ്ഞെടുത്തു. ഇൻ്റർനാഷണൽ മാധ്യമങ്ങൾ വരെ. ഒട്ടും വിവേകമില്ലാത്തൊരു പണിയാണ്. ഒരാളുടെ അസുഖത്തെക്കുറിച്ചും അതിനെക്കുറിച്ച് കുടുംബം പുറത്ത് പറയുന്നില്ല, അതവരുടെ പ്രൈവറ്റ് കാര്യമാണ് എന്നിരിക്കെ ഇങ്ങനെ അത് വാർത്തയാക്കുന്നതിൽ ഒരു അർത്ഥവുമില്ല എന്ന് കണ്ടുകൊണ്ടാണ് നമ്മളത് വിട്ടു നിൽക്കുന്നത്. പക്ഷെ പലരും അത് ആ രൂപത്തിലല്ല എടുത്തത്. ഏതായാലും ഇപ്പോൾ മെസ്സിയുടെ കുടുംബം ഔദ്യോഗികമായിട്ട് തന്നെ സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കി ഇത്തരത്തിലുള്ള വാർത്തകൾ പടച്ചു വിടുന്നതിന് തള്ളിക്കളയുകയാണ്. അവരുടെ ഔദ്യോഗിക സ്റ്റേറ്റ്മെൻറ്റ്, മെസ്സി ഫാമിലിയുടെ ഔദ്യോഗിക സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെയാണ്. ഹോർഗെ മെസ്സി അദ്ദേഹത്തിൻ്റെ പിതാവാണ്. ഹോർഗെ ഒരു ആരോഗ്യ പ്രശ്നത്തിലൂടെ കടന്നു പോവുകയാണെന്ന് മെസ്സിയുടെ കുടുംബം ഇതിനാൽ അറിയിക്കുന്നു. നിലവിൽ അദ്ദേഹം ഡോക്ടർമാരുടെ പരിചരണയിലാണ്, വൈദ്യപരിശോധനയിലാണ്. അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ആരോഗ്യസ്ഥിതിയിൽ വളരെ പ്രോഗ്രസ് ഉണ്ട്. അദ്ദേഹം റിക്കവർ ആവുന്നതാണ് കാണിക്കുന്നത്. കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളായി പ്രചരിക്കുന്ന ഊഹാപോഹങ്ങളും വാർത്തകളും കണക്കിലെടുത്ത് തികച്ചും വ്യക്തിപരവും കുടുംബപരവുമായ ഒരു കാര്യത്തെ ചിലർ കൈകാര്യം ചെയ്ത രീതിയിലുള്ള വിവേകശൂന്യതയിലും ബഹുമാനക്കുറവിലും കുടുംബം തങ്ങളുടെ കടുത്ത അതൃപ്തി രേഖപ്പെടുത്തുന്നു. കൂടാതെ ഹോർഗയുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചുള്ള കൃത്യവും വ്യക്തവുമായ വിവരങ്ങൾ അദ്ദേഹത്തിൻ്റെ അടുത്ത കുടുംബാംഗങ്ങൾക്ക് മാത്രമേ അറിയൂ എന്ന് വ്യക്തമാക്കാൻ കുടുംബം ആഗ്രഹിക്കുന്നു. അതിനാൽ കുടുംബത്തിൽ നിന്നോ ഔദ്യോഗികമായ വഴികളിൽ നിന്നോ അല്ലാതെ വരുന്ന മറ്റേതൊരു വാർത്തയും പ്രസ്താവനയും വിശ്വസനീയമോ സത്യമോ ആയി കണക്കാക്കരുത്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഞങ്ങൾ ഉത്തരവാദിത്വവും വിവേകവും മാനുഷിക പരിഗണനയും നിങ്ങളിൽ നിന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഒരു വ്യക്തിയുടെ ആരോഗ്യവും അദ്ദേഹത്തിൻ്റെ ചുറ്റുമുള്ള സമാധാനവും ഒരിക്കലും ഊഹാപോഹങ്ങൾക്കോ ഉത്തരവാദിത്വമില്ലാത്ത മാധ്യമ താൽപ്പര്യങ്ങൾക്കോ ഉള്ള വിഷയമാക്കരുത്. ഞങ്ങൾക്ക് ലഭിച്ച സ്നേഹത്തിനും ബഹുമാനത്തിനും ആശങ്കകൾക്കും ഞങ്ങൾ ആത്മാർത്ഥമായി നന്ദി പറയുന്നു. അതോടൊപ്പം ഈ സാഹചര്യത്തിൽ ഹോർഗയുടെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെയും സ്വകാര്യതയും രഹസ്യ സ്വഭാവവും മാനിക്കാൻ ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. അതായത് അവരുടെ പ്രൈവസി മാനിക്കാൻ അവർ റിക്വസ്റ്റ് ചെയ്യാണ്. പ്രധാനപ്പെട്ട എന്തെങ്കിലും വിവരങ്ങളുണ്ടെങ്കിൽ അത് യഥാസമയം കുടുംബവും ബന്ധപ്പെട്ട ഔദ്യോഗിക ചാനലുകളും വഴി അറിയിക്കുന്നതായിരിക്കും. അണ്ടർസ്റ്റാൻഡിങ്ങിന് നന്ദി, മനസ്സിലാക്കിയത് നന്ദി എന്ന് പറഞ്ഞുകൊണ്ടാണ് സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കുന്നത്. ഇങ്ങനെ സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാക്കുന്നത് വളരെ പരിതാപകരമാണ്. അദ്ദേഹത്തിൻ്റെ പിതാവിന് അസുഖമാണെന്ന് അവർ സ്ഥിരീകരിക്കുന്നു, ആരോഗ്യ പ്രശ്നമുണ്ടെന്ന് സ്ഥിരീകരിക്കുന്നു. ഇനി അതിൻ്റെ മേലെ അത് ഇന്ന അസുഖമാണ്, മറ്റേതാണ്, മറിച്ചതെന്ന് പറഞ്ഞിട്ട് ഇൻവെസ്റ്റിഗേഷൻ നടന്നതിൽ ഒരർത്ഥവുമില്ല. അത് എന്തെങ്കിലും പുരോഗതിയോ റിക്കവറി ഉണ്ടെങ്കിലോ എന്ത് തരം വാർത്തയാണെങ്കിലും അവർ തന്നെ ഒഫീഷ്യലി അറിയിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി അപ്പോൾ മാത്രമേ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടതുള്ളൂ. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൽ എത്താം.